എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്രക്കല്ലിനടുത്ത് കക്കോത്താണ്. കക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. വളരെ പുരാതനമായൊരു ക്ഷേത്രമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്ക് കൊണ്ട് ഭഗവതീൻ്റെ വീഡിയോ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ച് കാഴ്ച നിങ്ങൾ കാണുക. ഇത്രയും ജനങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും ഒഴുക്കാന്ന് എനിക്ക് തോന്നുന്നു ദേശീയോത്സവം തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഉത്സവം തന്നെയാണിത്. പിന്നെ വിളിച്ച വിളിപ്പുറത്ത് പണ്ട് കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ ഈ ഭക്ഷണം എല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ചക്കയൊക്കെ മോഷണം പോയാൽ നേരെ ചക്കയാണല്ലോ എല്ലാവർക്കും, ചക്കക്കാലം ചക്കയാണ് ഭക്ഷണം അന്നത്തെ കാലം. പിന്നെ കഞ്ഞി കുറച്ച് പിന്നെ ചക്കയാണ് അന്ന് മെയിൻ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. പിന്നെ കഞ്ഞി കുറച്ച് കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അടുത്ത പറമ്പത്ത് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പുഴുങ്ങിയിട്ടൊക്കെയാണ് തിന്നുക. അപ്പോൾ അങ്ങനെ ചക്ക കളവ് പോയി എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് കേൾപ്പിക്കുകയും അപ്പോൾ ഈ ആ ചക്ക പുഴുങ്ങി കഴിച്ചവരുടെ വയറും എല്ലാം ഇളകിയിട്ട് അവർ വളരെ അവശനാകും. മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ എന്ത് സാധനം കളവ് പോയാലും ഇവിടെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ സാധനം ആ കളവ് ഇടുന്ന പോയത് അവിടെ തിരിച്ചെത്തും. അങ്ങനെ ഒരു ശക്തി കൂടിയുണ്ട് ഇവിടെ. അപ്പോൾ കക്കോത്ത് കാവിൽ പോകും അല്ലെങ്കിൽ കക്കോത്ത് കേൾപ്പിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നൊരു സംഭവമാണ്. ഈ ഒരു ക്യൂ ഉണ്ട്. ഈ കാണുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്ര നടയിലേക്ക് എത്തിയിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ടേൺ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഒരു കിലോമീറ്ററിൽ അത് ഏകദേശം 2 കിലോമീറ്ററോളം നടക്കേണ്ടി വരും അല്ലേ ക്യൂ. അത്രയും ക്യൂ ആണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ബാക്കിയുള്ള ഭക്തജനങ്ങളുമാണ്. വൈവിധ്യമാർന്ന റെഡിമേഡുകൾ, സാരികൾ, കൊമ്പുടുക്കുകൾ, മുണ്ടുകൾ, ഷർട്ടുകൾ, അങ്ങനെ വിനോദയാത്രകളിൽ ഉത്തരവാദിത്വസമ്പന്നമായ സേവനമാണ് തികച്ചും സമയബന്ധിതമായ പാക്കേജുകളായി നടത്തുന്നു. വിനായക ടൂർസ് ആൻഡ് ട്രാവൽസ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. വിനായക ടൂർസ് ആൻഡ് ട്രാവൽസ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9847102254. എങ്ങോട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, പാത്രം അത് കൈ കഴുകുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടതാണ്. അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതല്ല, മറ്റുള്ളവർക്ക് കൂടി കഴിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പ്ലേറ്റ്, ഗ്ലാസ് എന്നിവ അവിടെ നിന്ന് എടുത്ത് കൈ കഴുകുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ച സ്ഥലത്ത് ഒരു തരത്തിലുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും മേശയുടെ മുകളിലോ നിലത്തോ ഇടാൻ പാടില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. കൈ കഴുകുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിഞ്ഞാൽ കൈ കഴുകുന്ന സ്ഥലത്ത് അനാവശ്യമായ ഒരു തിരക്കും ആവശ്യമില്ല. മുഴുവൻ ആളുകൾക്കും സൗകര്യപ്രദമായി കൈ കഴുകാനുള്ള സൗകര്യമുണ്ട്. അവിടെ വളരെ അച്ചടക്കത്തോടുകൂടി സമപാലം വളരെ നല്ല രീതിയിൽ കൈ കഴുകി, പാത്രം കഴുകി ഭക്ഷണം പ്രത്യേകം വേണ്ടി അറിയിക്കുകയാണ്. കൈ കഴുകുന്ന സ്ഥലത്ത് ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല. കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ മാറി നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. കൈ കഴുകുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഭക്ഷണത്തിന് കൈ കഴുകുന്ന സ്ഥലത്ത് ആളുകൾ അനാവശ്യമായി കൂടി നിൽക്കാൻ പാടില്ല. കൈ നീക്കുന്നതിന് മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. വെള്ളം കുടിച്ച ഗ്ലാസ് നിർബന്ധമായും എടുത്ത് കൈ കഴുകുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടതാണ്. ആളുകൾ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കുന്നതിൽ സൗകര്യപ്രദമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം കളയാൻ പാടില്ല. വളരെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുന്നതിന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ വേഗത്തിൽ
പ്രാർത്ഥിച്ചവരൊന്ന് മുന്നോട്ട് നീങ്ങണേ, അവിടെ വഴി ബ്ലോക്ക് ചെയ്യല്ലേ, ഒന്ന് മുന്നോട്ട് നീങ്ങണേ. ജനങ്ങളെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കഴുകി അതിന്റെ സ്ഥലത്തെത്തിക്കുക. നിരവധി ആയിരക്കണക്കിന് പേരാണ് ഭക്ഷണത്തിന് കൈനീട്ടി നിൽക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രസാദ സത്യം കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അറിയിപ്പ് ശ്രദ്ധിക്കുക. KL 58A ഈ 6924 വാഹനം അടിയന്തരമായി ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കുന്നത്ത്, കണ്ണൂർ ജില്ലയിലെ കക്കോത്ത് ഭഗവതി ക്ഷേത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവതീൻ്റെ മുടി വെച്ച് കഴിഞ്ഞു. ഞാൻ എത്താൻ ലേറ്റായി, പക്ഷേ ഇത്രയും ഭക്തരെ കാണാം നമുക്ക്. ഭക്തരെ കൊണ്ട് അങ്ങോട്ട് അത് തൊഴാൻ പോലും ചാൻസ് ഇല്ല. കാവിലെ വിളക്കാണ് കാണുന്നത്. അതുപോലും നമുക്ക് അടുത്തോട്ട് പോയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് കാവിലെ വിളക്ക്. അവിടെ പോയിട്ടാണ് എല്ലാവരും തൊഴുന്നത്. അതുപോലെ കണ്ണൂർ ജില്ലക്കാർക്ക് അറിയാത്ത കാര്യമില്ല. പണ്ട് മുതൽ എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഞാൻ കേട്ടറിവുണ്ട്. അതായത് എന്തെങ്കിലും കളവ് പോയാൽ, അതായത് മതിയോ നിർത്തണം. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ കേട്ടറിവുള്ളതാണ്. അതായത് എന്തെങ്കിലും സാധനം കളവ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ആ സാധനം തിരിച്ച് എവിടുന്നാണ് മോഷണം പോയത് അവിടെ എത്തും. മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ഭക്ഷണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചക്കയൊക്കെയാണ് മോഷണം നടത്തുക. അപ്പോൾ ചക്ക മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് കേൾപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ച് ആ മോഷണം പോയത് വയറ്റിൽ കഴിച്ച ചക്ക പോലും അങ്ങ് ഛർദ്ദിച്ച് പോകും. അപ്പോൾ അങ്ങനെ അത്രയും വലിയ ശക്തിയുള്ളൊരു ക്ഷേത്രമാണിത്. നിങ്ങൾക്ക് അന്നപ്രസാദമാണ് നിങ്ങൾ കഴിക്കുന്നത്. ഒരു മണി ഭക്ഷണം പോലും വേസ്റ്റ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ വാങ്ങിയ ഭക്ഷണം പൂർണ്ണമായും കഴിക്കണം. ഒരു മണി ഭക്ഷണം പോലും വേസ്റ്റ് ആകാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുന്ന സ്ഥലത്ത് ടേബിളിൽ ഒരു തരത്തിലുള്ള വേസ്റ്റും അവിടെ ഇടാൻ പാടുള്ളതല്ല. ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ പ്ലേറ്റ്, ഗ്ലാസ് ഇവ കഴുകി അവിടെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്ലാസ് എടുക്കാതെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഗ്ലാസ്, പ്ലേറ്റ് എന്നിവ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ കഴുകി തിരിച്ചേൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അന്നപ്രസാദം ഒരു മണി പോലും വേസ്റ്റ് ആക്കാതെ കഴിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതാണ് ഭക്ഷണ സ്ഥലം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. പക്ഷേ ഇവിടെ എത്തണ്ടെങ്കിൽ 2 കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു 2-2.5 കിലോമീറ്റർ ക്യൂ നിന്നിട്ട് അതിനുശേഷമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അത്രയും ഭയങ്കര ക്യൂ ആണ്. നിങ്ങളിപ്പം കണ്ടാലറിയാം ഭക്തജനങ്ങളുടെ തിരക്ക്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസം അല്ലെങ്കിൽ ഇവിടുത്തെ സത്യം എന്തായിരിക്കുന്നു ഈ ജനങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിലെയാ കയറിപ്പോണ്ടത്. ഇതാണ് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം. നമ്മളിങ്ങനെ അകത്തേക്ക് കടക്കുന്നത്. അപ്പോൾ എന്തേ
പിന്നെ ഞാൻ ഫോട്ടോ ഒന്ന് കിട്ടും കിടക്ക്. ഇത് ഏത് വഴിയാണ് പോകേണ്ടതെന്ന് മനസ്സിലാവില്ല, അത്രയും ജനങ്ങളാണ്. ഇപ്പോൾ ഒന്ന് തമ്പുരാട്ടി ഇവിടെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. തമ്പുരാട്ടി ഇപ്പം പിന്തിരിഞ്ഞ് ഈ കാണുന്നതാണ് തമ്പുരാട്ടി. അപ്പോൾ അതിൻ്റെ തമ്പുരാട്ടിൻ്റെ ഫ്രണ്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ എടുക്കാം. ഇതാണ് കക്കുന്നത്തമ്മ. അപ്പോൾ വിടില്ലടാ. കൊടും വെയിലാണ്, എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് ഗ്ലാസ് കഴുകി തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള വേസ്റ്റും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ എഴുന്നേൽക്കാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അന്നപ്രസാദമാണ്, ഒരു മണി ഭക്ഷണം പോലും വേസ്റ്റാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക, അന്നപ്രസാദമാണ്, ഒരു തരി ഭക്ഷണം പോലും വേസ്റ്റാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭക്തജനങ്ങളുടെ തിരക്ക് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഭഗവതിൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ അമ്മേൻ്റെ അവിടത്തേക്ക് എത്താൻ ഭയങ്കര പാടാണ്, അത്രയും ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഭയങ്കര പേരുകെട്ട ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയില്ല, അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിരക്കണക്കിന് ജനങ്ങളുടെ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുന്നറിയില്ല മൊബൈലിൽ. അപ്പോൾ ഇത്രമാത്രമേ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഈ കൊടും വെയിലത്തും കൊടും ചൂട്ടത്തും വന്നിട്ട് അത്രയധികം ഭക്തിയോട് കൂടിയാണ്. ആ ഒരുപാട് കാര്യം സാധിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഷമതകൾ ഇവിടെ ഇറക്കി വെക്കാനും അതിൽ നിന്നൊരു മോചനം, അതൊരു വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സ്വാഗതം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാവുന്നതാണ്. ഇതൊരു ശരിക്കൊരു ദേശീയോത്സവം പോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഭഗവതിനെ കണ്ട അതെ. അതിന്റെ ഉടമസ്ഥൻ തക്കതായ തെളിവുമായി ക്ഷേത്ര കൗണ്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിന്റെ തെളിവ് സഹിതം ക്ഷേത്ര കൗണ്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. ഭഗവതി ഒരു നോക്ക് കാണാനും പിന്നെ അനുഗ്രഹം കാണാനും വേണ്ടിയിട്ടുള്ള തിരക്കാണിത്. എന്തായാലും അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ജനങ്ങൾ കണ്ടില്ലേ, ഇത്രയും ഭക്തജനങ്ങളുടെ നടുക്ക് നിന്ന് ഇവിടെ എത്തിപ്പെടുമ്പോഴേക്ക് കുറച്ച് ശരിക്ക് അവശനാവും. അത്രയും കൊടും ചൂടത്തും അതുപോലെ പിന്നെ ഭയങ്കര വെയിലും. അപ്പോൾ അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഭക്ഷണ അവശിഷ്ടവും നിക്ഷേപിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള ഭക്ഷണ അവശിഷ്ടവും ഉണ്ടാവാൻ പാടില്ല. ഇനിയും നിരവധി ആളുകൾ ഈ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൈ കഴുകുന്ന സ്ഥലത്ത് പരമാവധി വേഗത്തിൽ കൈ കഴുകി അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ അനാവശ്യമായി നിൽക്കുന്നവര് ഒഴിഞ്ഞു. ഇതാണ് ഭഗവതിയുടെ മുടി, തിരുമുടി ഇവിടെയുണ്ട്, ഈ കാണുന്നിടത്തുണ്ട്. അപ്പോൾ
ഇതാണ് ഭഗവതിയുടെ തിരുമുടി. ഈ മുടി എടുത്തിട്ട് അധിക സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഒരു ചടങ്ങിന് അങ്ങനെ വെച്ച് കുറച്ച് സമയം കാണിക്കും. അതിനുശേഷം ഇത് അയച്ചു വെച്ച് പിന്നെ ഈ കാണുന്ന ചെറിയ മുടിയായിരിക്കും ഉണ്ടാവും. അപ്പൊ ആ മുടി വെക്കുന്ന സമയത്ത് ഞാൻ എത്തിപ്പെട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 കണ്ണടകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണട നഷ്ടപ്പെട്ടവർ ക്ഷേത്ര കൗണ്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. 2 കണ്ണട. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വെള്ളം കൊടുക്കുന്ന ഒരു ഏരിയയാണിത്. ഒരാൾ ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലാസ് കഴുകലാണോ ഡ്യൂട്ടി? അതെ, വെള്ളത്തിന്റെ ടാങ്ക് ഇത് നോക്കിക്കോ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലത്തെ ഒരു വെള്ള ടാങ്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളം കൊടുക്കൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് മാത്രമല്ല അല്ലേ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, 3 ഉണ്ട്. നല്ല നിറത്തിലുള്ള ഒരു കുടിവെള്ളം ഉണ്ട്. അപ്പൊ കുടിവെള്ളം ഒന്ന് കുടിച്ചിട്ട് ദാഹം ഒന്ന് മാറ്റാം. പിന്നെ ഇതാണ് ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് നാരങ്ങ വെള്ളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും കൊടുക്കാനുള്ള വെള്ളം ഞാൻ കാണിച്ചു തരാം. വെള്ളം എവിടെയാണുള്ളത് എന്ന് ഐസ് വിട്ടിട്ട് നല്ല എന്താ നോക്കിയ ഇതാണ് വെള്ളം. ഇവിടെ കാലാകാലമായിട്ട് വെള്ളം, അതായത് നാരങ്ങ വെള്ളം, ഉപ്പിട്ട് നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല തണുപ്പുള്ള ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഇത് കാലാകാലമായിട്ട് ചെയ്ത് 7:15 ഇരുന്നാണ്. ഇപ്പോൾ സമയത്ത് 7:15 ഇരുന്നിട്ട് 12 ഇതുവരെ 12:30 12:30 സമയമായി. അപ്പോൾ ഇത്രയും നാരങ്ങ പിഴിഞ്ഞ് ഇതുവരെയും വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ചെയ്യുന്ന, അതായത് പുണ്യകർമ്മ തീർച്ചയായിട്ടും ഒരു ദാഹജലം ദാഹം അകറ്റുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദാഹം വിശപ്പ് അകറ്റുക എന്ന് പറയുമ്പോൾ അതിലും വലിയ പുണ്യകർമ്മ വേറെയില്ല. എന്തായാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് രാവിലെ മുതൽ ഇളക്കുന്ന ആളാണെന്ന് പറയുന്നത്. ഈ കയ്യിൽ ഇത് പിടിച്ചിട്ടല്ലേ വെള്ളം കണ്ട എത്ര എടുത്താലും തീരാത്ത വെള്ളം. ഇതാണ്. അപ്പൊ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് സ്പോൺസർ ചെയ്ത ആളാണ്. ഇത് പേരെന്താ? ബിനീഷ് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് സ്പോൺസർ ചെയ്തത്. എന്തായാലും ഇവർക്കെല്ലാം ഒരു ആശംസ നേരുകയാണ്. ഇതാണ് ഉപ്പ്, യാതൊരു കലർപ്പും ഇല്ലാത്ത ഉപ്പാണ്. അറിയിക്കുകയാണ്. കുടിവെള്ളം ആവശ്യമുള്ളവർ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള കനാൽക്കരയിൽ നിന്ന് കുടിവെള്ളം വാങ്ങി കുടിക്കാവുന്നതാണെന്ന് മുഴുവൻ ഭക്തജനങ്ങളെയും അറിയിക്കുകയാണ്. എനിക്ക് ജനങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും ജനങ്ങളെ കാണുന്ന ഒരു തെയ്യപ്പറമ്പ് അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ജനങ്ങളെ കാണുന്നത്. ഇത് കവർ ചെയ്ത് എനിക്ക് തന്നെ ക്ഷീണമായി. ആവശ്യമുള്ള ഭക്ഷണം മാത്രം വാങ്ങുക. വാങ്ങിയ ഭക്ഷണം പൂർണ്ണമായി കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കേട്ടല്ലോ, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഇനിയുണ്ട് എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. തിരിച്ചേൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഭക്ഷണത്തിന്റെ ക്യൂ. കവാടത്തിൻ്റെ അടുത്ത് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയ മണിക്കൂറുകളായി. എന്നിട്ടും ഇത്രയും ആൾക്കാർ ക്യൂ ഉണ്ട്. ഇടയ്ക്ക് വന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ദാഹജലം, അതായത് ക്യൂ നിന്നിട്ട് ക്ഷീണമോ മറ്റോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ്
ക്യൂ. എല്ലാവരും ശരിക്കും ക്യൂ നിന്നിട്ട് തളർന്നു പോയി കാണും. അത്രയും ദൂരത്തിലാണ് ക്യൂ നിൽക്കുന്നത്. ക്യൂവിൻ്റെ ഇടയിലൂടെ ഒന്ന് പ്രസാദ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ പ്രസാദ ഭക്ഷണം ഒരു നുള്ളെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാഹസപ്പെട്ട് ഈ കൊടുംവെയിലത്താണ് എല്ലാവരും ക്യൂ നിന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ട ആ കവാടത്തിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയിട്ട് കവാടത്തിൻ്റെ വേക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് ഇത് വന്നിട്ട് നിൽക്കുന്നത്. ഇവിടുന്ന് റൗണ്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഒത്തിരി ദൂരമുണ്ട്. അത് മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഭക്ഷണശാല ഈ കാണുന്നത് മാത്രമല്ല പിന്നെ ഇവിടെയുണ്ട്. അതുപോലെ കുറേ ഏരിയ ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ള, ഇരുന്ന് കഴിക്കാനുള്ള വിശാലമായ ഏരിയ ഉണ്ട്. പിന്നെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംഘാടകരൊക്കെ എല്ലാം നിയന്ത്രിക്കാനായിട്ട് ഇതൊക്കെ നിന്നിട്ടുണ്ട്. ഇവിടെ സംഘാടകരൊക്കെ ഇങ്ങനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവുന്നില്ല. എല്ലാം നല്ല കൂളായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഒരു സെക്ഷനിൽ ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ ഇതേപോലത്തെ അപ്പുറമുണ്ട് ഫുഡ് കൊടുക്കുന്നത്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട്. എന്തൊക്കെ കറിയുള്ളത്? സാമ്പാർ, ഇഞ്ചി, കൂട്ടുകറി, അച്ചാർ. കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ക്യൂ നിന്നിട്ട് ആൾക്കാർ തളർന്നിട്ടുണ്ട്. എന്തായാലും ഇവരാണ് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ. നമ്മളും കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. എനിക്കും കൂടിയിട്ട് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. എവിടെ ഇരിക്കാനാണ് പറയുന്നത്? പായസവും തന്നിട്ടുണ്ട് അതിൽ തന്നെ അല്ലേ? പായസമുണ്ട്. സാമ്പാർ, കൂട്ടുകറി, ഇഞ്ചിക്കറി, അതുപോലെ അച്ചാറും. അവിടെ ഭക്ഷണശാലയിലുള്ള വളർന്നു അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭക്ഷണശാലയിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഭക്ഷണം കഴിച്ചവര് പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് ഒഴിവാക്കി കൊടുക്കുക. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിച്ചാ ഭക്ഷണം കഴിച്ചവര് അവിടെ അലക്ഷ്യമായി നിൽക്കരുത്. ദയവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഗ്ലാസ് പ്ലേറ്റ് കഴുകി തിരിച്ചേൽപ്പിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുക. അന്നപ്രസാദമാണ്, ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. എന്തായാലും നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് എന്തായാലും പുറത്തേക്ക് പോവുകയാണ്. ബ്ലോക്കാണോ? നമ്മളങ്ങോട്ട് പോയിക്കോട്ടെ. ഉണ്ടാവുക ഇവിടെ ഉണ്ടാവില്ലേ? മാറ്റി
ഇവിടുന്ന് പറഞ്ഞിട്ടാ പോവാ. വെയിലായിട്ട് കൈ വെക്കാനും പറ്റുന്നു. എന്തായാലും കുറച്ച് കാഴ്ചകൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളിൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ജനങ്ങളുണ്ട്, എല്ലാവരും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തിരുനടയിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്.